നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. റഷ്യ, ഇന്ത്യ, ചൈന എന്നറിയപ്പെടുന്ന RIC ഗ്രൂപ്പ് ലോകത്ത് നിലനിന്നിരുന്നു. 1990കളിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി ഒരു സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. കാരണം അവർക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു ആ സമയത്താണ് സ്ട്രാറ്റജിക് ട്രയാങ്കിൾ കോർപ്പറേഷൻ എന്ന നിലയ്ക്ക് പേരുകേട്ട ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടുകെട്ട് 2022 ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. UN ജനറൽ അസംബ്ലി നടക്കുന്ന സമയത്താണ് അതിൻ്റെ സൈഡായിട്ടാണ് ചർച്ച നടന്നതും. തുടർന്ന് RICയുടെ ചർച്ചകൾക്ക് പിന്നാലെ ബ്രിക്സ് രൂപം കൊണ്ടു. RICയുടെ ചർച്ചകൾ നടന്നിരുന്നു എന്നാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും RIC ശക്തിപ്പെടുത്തണം എന്ന ആവശ്യവുമായി വീണ്ടും റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായാണ് റഷ്യ വീണ്ടും ഇക്കാര്യവും ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നിട്ടെത്തിയത്. റഷ്യ, ഇന്ത്യ, ചൈന സഖ്യത്തിലെ പ്രവർത്തനം പുനരുജ്ജീവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്തെത്തിയത്. ഇന്ത്യയെ ചൈന വിരുദ്ധ ഗൂഢാലോചനയിൽ ഉൾപ്പെടുത്താൻ നാറ്റോ സഖ്യം പരസ്യമായി ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതേസമയം ഇന്ത്യൻ വെസ്റ്റേൺ രാജ്യങ്ങളെ പിണക്കിക്കൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു കൂട്ടുകെട്ടിനായി ഇന്ത്യ ഇറങ്ങിയാൽ അത് നന്നാകില്ലെന്നാണ്. ഇത് വെസ്റ്റേൺ രാജ്യങ്ങളുമായി ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നത് നല്ല ബന്ധമാണ്. ആ ബന്ധത്തിന് പോറലേൽപ്പിക്കും. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നതും മോശം ബന്ധമാണ്. അതിൽ ഇന്ത്യയുമായി മാത്രമാണ് നല്ല ബന്ധം നിലനിൽക്കുന്നത്. ഇന്ത്യ ശരിക്കും ഭാവിയിൽ പ്രധാന റോൾ വഹിക്കുക തന്നെ ചെയ്യും. ഉത്തര കൊറിയ, ചൈന, റഷ്യ കൂട്ടുകെട്ടാണ് മറുഭാഗത്തുള്ളത്. ഇന്ത്യ പണ്ട് സ്വീകരിച്ചിരുന്നത് ചേരാൻ നയമാണെങ്കിൽ ഇന്ന് എല്ലാവരുമായി ചേരുന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്. റഷ്യയിലെ പെർമിൽ നടന്ന യൂറേഷ്യയിലെ സുരക്ഷയും സഹകരണവും സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ലാവ്റോവ് പ്രസ്താവന ഇറക്കിയത്. മുൻ റഷ്യൻ പ്രധാനമന്ത്രി എവ്ജെനി പ്രിമാക്കോവിന്റെ നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ റഷ്യ, ഇന്ത്യ, ചൈന സഖ്യത്തിലെ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3 രാജ്യങ്ങളുടെയും വിദേശ നയ തലവന്മാരുടെ, സാമ്പത്തിക വ്യാപാര ഏജൻസി തലവന്മാരുടെയും 20ലധികം യോഗം സഖ്യം നടത്തിയിട്ടുണ്ട്. അതിർത്തിയിലെ സ്ഥിതി ലഘൂകരിക്കുന്നതിനെക്കുറിച്ചും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ധാരണയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ സഖ്യം വീണ്ടും സജീവമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് സെർജി ലാവ്റോവ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇന്ത്യ RICയുമായി ചേരുന്ന കാര്യത്തിൽ ഔദ്യോഗികമായി ഇതുവരെയും ഒരു സ്ഥിരീകരണം നടന്നിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ വേണ്ടതുപോലെ ആലോചിച്ച് തീരുമാനിക്കൂ. കാരണം മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തിന് പോറലേൽപ്പിക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ എടുക്കില്ല.